പൊട്ടാറ്റോ ആയിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. സോ റെസിപ്പിൻ്റെ പേര് സോസി സ്പൈസി പൊട്ടാറ്റോ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 പൊട്ടാറ്റോസാണ്. ഇപ്പം നമ്മളിവിടെ പൊട്ടാറ്റോസ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പൊട്ടാറ്റോസ് നമ്മൾ യൂഷ്വലി അതിൻ്റെ സ്കിന്നൊക്കെ വേസ്റ്റ് ചെയ്യാറില്ലേ പതിവ്. അതിന് പകരം നമുക്ക് ഈ സ്കിന്നായിട്ടും ഒരു റെസിപ്പി ചെയ്യാം. അത് ഭയങ്കര ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മളിവിടെ 3 പൊട്ടാറ്റോസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അതിന് നമുക്ക് ഗാർലിക് മയണൈസാണ് വേണ്ടത്. ഗാർലിക് മയണൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മയണൈസ് യൂസ് ചെയ്യാം. പക്ഷേ ഗാർലിക് മയണൈസ് ഇപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ആ മയണൈസും ഹോം മെയ്ഡ് മയണൈസും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. പിന്നെ സോൾട്ട് വേണം. പിന്നെ ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഹോട്ട് സോസ് ഇത് ഈ റെസിപ്പിക്ക് ഒരു വിനീഗറിൻ്റെ ടേസ്റ്റ് വരാനാണ്. അപ്പം ഹോട്ട് സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കേർഡ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലീസ് ആഡ് ചെയ്യും. ഇപ്പം ഞാൻ 2 ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആക്കണമെങ്കിൽ കുറച്ചും കൂടി ചില്ലി ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. നല്ല ഫ്രഷ്നെസ് കിട്ടും അപ്പം അതിന്. അപ്പം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊട്ടാറ്റോസ് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. സോ ബോയിൽ ചെയ്യാൻ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പം അതായിക്കോളും. നമുക്കിത് ബോയിൽ ചെയ്തിട്ട് വരാം. സോ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ടൊരു ബൗൾ വെക്കണം. അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. എന്നിട്ട് 3 ടീസ്പൂൺ ബട്ടറാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലൊന്നും യൂസ് ചെയ്യണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് സ്പ്രിങ്ക് ചെയ്താൽ മതി, മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് പൊട്ടാറ്റോസ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ 7 to 10 മിനിറ്റ്സ് വെക്കാം. അത് ഓരോ ഓവണിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റ് വെക്കുന്നുണ്ട്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ പൊട്ടാറ്റോൻ്റെ സ്കിന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് ചില്ലി പൗഡറും വേണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ട് നമ്മൾ സ്കിൻസ് ഇതിലൊന്ന് ആഡ് ചെയ്യാം. ഒന്ന് കുറച്ചൊരു ക്രിസ്പി ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് കെച്ചപ്പിനിട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ഫ്രൈസ് ആയിട്ട് കിട്ടും നമുക്കിത്.
ഇപ്പം നമ്മളിത് എടുക്കാൻ പോവാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ കാണും. ഇനി ഈ ബേക്ക് ചെയ്ത പൊട്ടാറ്റോസ് നമ്മൾ പാനിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഒരു 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്പൈസി സോസി പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെർവിങ് ഡിഷിൽ മാറ്റിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് സോസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നും നമുക്ക് നല്ല ക്രിസ്പിയാണ്. നമുക്കിത് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിഷായിട്ട് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.